ഇത് വോയിസ് ഓഫ് ആർബിയ. നമ്മുടെ ശബ്ദം, നമ്മുടെ അവകാശം, നമ്മുടെ ഭാവി. എഴുത്തു പരീക്ഷയില്ല, നിരവധി ഒഴിവുകൾ. സർക്കാർ സ്വകാര്യ ജോലി അന്വേഷിക്കുന്നവർക്കുള്ള വലിയ അവസരം. നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ എഴുത്തു പരീക്ഷയില്ലാതെ അപേക്ഷിക്കാവുന്ന വളരെയധികം ഒഴിവുകളുള്ള പുതിയ ജോബ് നോട്ടിഫിക്കേഷനുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. യോഗ്യത, പ്രായപരിധി, ശമ്പളം, അപേക്ഷിക്കേണ്ട വിധം എല്ലാം വളരെ ക്ലിയറായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണും. ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 1. റെയിൽവേയിൽ 300+ ഒഴിവുകൾ. തിരുവനന്തപുരം, ചെന്നൈ, മുംബൈ ഡിവിഷനുകളിൽ നിയമനം. റെയിൽവേ ഐസൊലേറ്റഡ് കാറ്റഗറിയിൽ 311 ഒഴിവ്. റെയിൽവേ ഐസൊലേറ്റഡ് കാറ്റഗറിയിലെ 311 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചു. തസ്തിക, പ്രായം, ശമ്പളം. സീനിയർ പബ്ലിസിറ്റി ഇൻസ്പെക്ടർ 18 തൊട്ട് 33 വയസ്സ് വരെ. ശമ്പളം 35,400 രൂപ. ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 3 കെമിസ്റ്റ് ആൻഡ് മെറ്റലർജിസ്റ്റ് 18 തൊട്ട് 30 വയസ്സ് വരെ. ശമ്പളം 20,000 രൂപ. ചീഫ് ലോ അസിസ്റ്റന്റ് 18 തൊട്ട് 40 വയസ്സ്. ശമ്പളം 44,900 രൂപ. ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദി 18 തൊട്ട് 33 വയസ്സ്. ശമ്പളം 35,400 രൂപ. സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടർ, പ്രായം 18 തൊട്ട് 33 വയസ്സ്. ശമ്പളം 35,400 രൂപ. പബ്ലിക് പ്രോസിക്യൂട്ടർ 18 തൊട്ട് 32 വയസ്സ്. 44,900 രൂപ ശമ്പളം. സയൻറ്റിഫിക് അസിസ്റ്റന്റ് ട്രെയിനി 18 തൊട്ട് 35 വയസ്സ് വരെ. സാലറി 35,400 രൂപ. വെബ്സൈറ്റ് തിരുവനന്തപുരം, ചെന്നൈ, മുംബൈ എന്നീ വെബ്സൈറ്റ് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് റെയിൽവേയിൽ 150 ഗേറ്റ്മാൻ അപേക്ഷ നൽകാം. സതേൺ റെയിൽവേ പാലക്കാട് ഡിവിഷനിലെ ലെവൽ ക്രോസിംഗ് ഗേറ്റുകളിൽ 150 ഗേറ്റ്മാൻ ഒഴിവിലേക്ക് അപേക്ഷ നൽകാം. യോഗ്യത 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. പ്രായം 2025 ഡിസംബർ 23 50 വയസ്സ് തികയരുത്. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ഡിസംബർ 25 പാലക്കാട്, 26 മലപ്പുറം തീയതിക്കകം ഓഫീസിൽ ലഭിക്കണം. വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. വിമുക്ത ഭടന്മാർക്ക് മുൻഗണന ലഭിക്കും. അടുത്തത് കേരള ഹൈക്കോടതിയിൽ അറ്റൻഡർ. 10ാം ക്ലാസ്സാണ് യോഗ്യത. 50,000 രൂപ വരെ ശമ്പളം. ഹൈക്കോടതിയിൽ നേരിട്ടുള്ള നിയമനം. കേരള ഹൈക്കോടതിയിൽ 7 ഒഴിവുകളിൽ നേരിട്ടുള്ള നിയമനം നടത്തുന്നു. തസ്തിക, യോഗ്യത, ശമ്പളം. ടെലിഫോൺ ഓപ്പറേറ്റർ +2 ജയം അല്ലെങ്കിൽ തത്തുല്യം. സാലറി 66,800 രൂപ. ഡ്യൂപ്ലിക്കേറ്റർ ഓപ്പറേറ്റർ 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. സാലറി 57,900 രൂപ. അറ്റൻഡർ ഗ്രേഡ് 2, യോഗ്യത 10ാം ക്ലാസ്. സാലറി 55,200 രൂപ. ഹെൽപ്പർ 10ാം ക്ലാസ്. സാലറി 52,600 രൂപ. ബൈൻഡർ 8ാം ക്ലാസ് ജയം അല്ലെങ്കിൽ തത്തുല്യം. സാലറി 60,700 രൂപ. പ്രായം 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അർഹതയുള്ളവർക്ക് ഇളവ് ലഭിക്കും. തിരഞ്ഞെടുപ്പ് ഇൻ്റർവ്യൂ മുഖേന. പരീക്ഷാ ഫീസ് ഡ്യൂപ്ലിക്കേറ്റർ ഓപ്പറേറ്റർ അറ്റൻഡർ 600 രൂപ. ഹെൽപ്പർ 500 രൂപ. ബൈൻഡർ 650. ടെലിഫോൺ ഓപ്പറേറ്റർക്ക് ഫീസില്ല. സിസ്റ്റം ജനറേറ്റഡ് ഫീ പേയ്മെൻറ്റ് ചലാൻ ഉപയോഗിച്ചോ ഓൺലൈനായോ ഫീസ് അടയ്ക്കാം. പട്ടിക വിഭാഗം, തൊഴിൽരഹിതരായ ഭിന്നശേഷിക്കാർക്കും ഫീസില്ല. ജനുവരി 17 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വെബ്സൈറ്റ് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഉദ്യോഗാർത്ഥികൾ
പ്രതീക്ഷയോടെ കാത്തിരുന്ന റെയിൽവേ ഗ്രൂപ്പ് ഡി തസ്തികകളിൽ നിയമനം നടത്താനുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കി. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് RRB പുറത്തിറക്കിയ ഷോർട്ട് നോട്ടീസിൽ 22,000 ഒഴിവുകളാണുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് അടുത്ത വർഷം ജനുവരി 20 മുതൽ അപേക്ഷിക്കാം. 10ാം ക്ലാസ്, ITI തുടങ്ങിയ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. 18 മുതൽ 33 വരെ വയസ്സ് പ്രായമുള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. സംവരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും. തസ്തികകൾ: അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ 600, അസിസ്റ്റന്റ് ബ്രിഡ്ജ് 600, ട്രാക്ക് മെയിൻ്റനർ ഗ്രൂപ്പ് 4 11,000, അസിസ്റ്റന്റ് 300, അസിസ്റ്റന്റ് TRD 800, അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ 200, അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ 500, അസിസ്റ്റന്റ് TL ആൻഡ് AC 50, അസിസ്റ്റന്റ് CNW 1000, പോയിന്റ്സ്മാൻ B 5000, അസിസ്റ്റന്റ് S&T 1500. ആകെ ഒഴിവുകൾ 22,000. അപേക്ഷാ ഫീസ്, തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിയ വിവരങ്ങളുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങിയേക്കും. ഇന്ത്യൻ റെയിൽവേയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മികച്ച അവസരമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അടുത്തത് ISROയിൽ അപ്രന്റീസ്. നേരിട്ട് നിയമനം, പരീക്ഷയില്ല. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ISRO പ്രൊപ്പൽഷൻ കോംപ്ലക്സിൽ ISRO IPRC അപ്രന്റീസായി ജോലി നേടാം. ആകെ 100 ഒഴിവുകളാണുള്ളത്. BA, BCom, BSc, BTech, BE ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് നേരിട്ട് അഭിമുഖത്തിൽ പങ്കെടുത്ത് ജോലി നേടാം. വിഭാഗങ്ങളും ഒഴിവുകളും: ഗ്രാജുവേറ്റ് അപ്രന്റീസ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 12, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 10, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 5, സിവിൽ എഞ്ചിനീയറിംഗ് 4, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് 3, കെമിക്കൽ എഞ്ചിനീയറിംഗ് 2, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് 5. ഗ്രാജുവേറ്റ് അപ്രന്റീസ് നോൺ എഞ്ചിനീയറിംഗ്: BA 4, BSc 7, BCom 4. ടെക്നീഷ്യൻ അപ്രന്റീസ്: മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 15, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 10, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 10, സിവിൽ എഞ്ചിനീയറിംഗ് 5, കെമിക്കൽ എഞ്ചിനീയറിംഗ് 4. യോഗ്യതാ മാനദണ്ഡങ്ങൾ: ഗ്രാജുവേറ്റ് അപ്രന്റീസ് എഞ്ചിനീയറിംഗ്, ബന്ധപ്പെട്ട വിഷയത്തിൽ BE, BTech അല്ലെങ്കിൽ തുല്യ യോഗ്യത, കുറഞ്ഞത് 65% മാർക്കോടെ അല്ലെങ്കിൽ CGPA 6.84/10 നേടിയിരിക്കണം. ഗ്രാജുവേറ്റ് അപ്രന്റീസ് നോൺ എഞ്ചിനീയറിംഗ് യോഗ്യത: BA, BSc, BCom ബിരുദം, കുറഞ്ഞത് 60% മാർക്ക്. ടെക്നീഷ്യൻ അപ്രന്റീസ് യോഗ്യത: ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ടെക്നോളജി വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ്സോടെ ഡിപ്ലോമ പാസ്സായിരിക്കണം. അപേക്ഷകർ 2021, 22, 23, 24, 25 വർഷങ്ങളിൽ ഡിപ്ലോമ ബിരുദം നേടിയവരായിരിക്കണം. നിയമനം ലഭിക്കുന്നവർക്ക് 8,000 മുതൽ 9,000 വരെ സ്റ്റൈഫൻഡ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയുടെ താഴെ പിൻ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി അടുത്ത വർഷം ജനുവരി 10, 11 തീയതികളിലാണ് അഭിമുഖം നടക്കുന്നത്. അടുത്തത് SSC സ്റ്റെനോ തസ്തികയിൽ 326 ഒഴിവുകൾ. റെയിൽവേ ഇലക്ഷൻ കമ്മീഷൻ സെൻട്രൽ വിജിലൻസ് നിയമനം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC ഗ്രേഡ് C സ്റ്റെനോ LDC തസ്തികകളിലേക്കുള്ള നിയമനത്തിനായി ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കി. ആകെ 326 ഒഴിവുകളാണുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ, റെയിൽവേ തുടങ്ങിയവയിലായിരിക്കും നിയമനം ലഭിക്കുക. ഒഴിവുകൾ: സെൻട്രൽ സെക്രട്ടേറിയറ്റ് സ്റ്റെനോഗ്രാഫേഴ്സ് സർവീസ് 267, റെയിൽവേ ബോർഡ് സെക്രട്ടേറിയറ്റ് 8, ആർമഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് 37, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 1, ഇന്ത്യൻ ഫോറിൻ സർവീസ് ബ്രാഞ്ച് B 13. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഒഴിവുകൾ പിന്നീട് അറിയിക്കും. ഒരു വിഭാഗത്തിനും വ്യത്യസ്തമായ മാനദണ്ഡങ്ങളാണുള്ളത്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, ഷോർട്ട് ഹാൻഡ് സ്കിൽ ടെസ്റ്റ് എന്നിവ ഉണ്ടായിരിക്കും. അപേക്ഷാ ഫീസ്, വിദ്യാഭ്യാസ യോഗ്യത, അവസാന തീയതി തുടങ്ങിയ വിവരങ്ങൾക്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിരിക്കുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി 11/1/2026. അടുത്തത് എയിംസിൽ 1248 ഒഴിവുകൾ. 10ാം ക്ലാസ് മുതൽ
പോസ്റ്റ് ഗ്രാജുവേറ്റ് വരെയുള്ളവർക്ക് അവസരം. അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മികച്ച അവസരമാണിത്. ഇന്ത്യയിലുടനീളമുള്ള 26 എയിംസുകളിലും മറ്റ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലുമായി ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി തസ്തികകളിലായി 1248 ഒഴിവുകളാണുള്ളത്. ഇത് സംബന്ധിച്ച വിജ്ഞാപനം അധികൃതർ പുറത്തിറക്കിയിട്ടുണ്ട്. 10ാം ക്ലാസ് മുതൽ ബിരുദധാരികളും ബിരുദാനന്തര ബിരുദധാരികളും വരെയുള്ള വ്യത്യസ്ത വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാം. ഒഴിവുള്ള തസ്തികകൾ: ടെക്നീഷ്യൻ 182 ഒഴിവുകൾ, ജൂനിയർ അഡ്മിൻ അസിസ്റ്റൻറ്റ് 125 ഒഴിവുകൾ, സ്റ്റോർ കീപ്പർ 110 ഒഴിവുകൾ, സീനിയർ നേഴ്സിംഗ് ഓഫീസർ 117 ഒഴിവുകൾ, റേഡിയോളജി ടെക്നീഷ്യൻ 107 ഒഴിവുകൾ, ലാബ് ടെക്നീഷ്യൻ 80 ഒഴിവുകൾ, മെഡിക്കൽ റെക്കോർഡ് സ്റ്റാഫ് 73 ഒഴിവുകൾ, സ്റ്റെനോഗ്രാഫർ PA 72 ഒഴിവുകൾ, ഹോസ്പിറ്റൽ അറ്റൻഡർ 60 ഒഴിവുകൾ, മറ്റ് 43 വിഭാഗങ്ങളിൽ 322 ഒഴിവുകൾ. തസ്തികകൾ വിദ്യാഭ്യാസ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ: 10ാം ക്ലാസ്, ആശുപത്രി അറ്റൻഡർ, ഓഫീസ് ആൻഡ് സ്റ്റോർ അറ്റൻഡർ, ടൈലർ ഗ്രേഡ് 3 തുടങ്ങിയ തസ്തികകൾ. +2, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ തസ്തികകൾ. ഡിപ്ലോമ, ഫാർമസിസ്റ്റ്, ജൂനിയർ എഞ്ചിനീയർ, വിവിധ ടെക്നീഷ്യൻ തസ്തികകളിൽ ഡിപ്ലോമ ഉള്ളവർക്കും അവസരമുണ്ട്. ഗ്രാജുവേറ്റ്, BSc ആൻഡ് ഡിഗ്രി, ടെക്നോളജിസ്റ്റ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിയിൽ ബിരുദം, ലാബ് ടെക്നോളജിസ്റ്റ്, ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ, സീനിയർ നഴ്സിംഗ് ഓഫീസർ തുടങ്ങിയ തസ്തികകൾ. പോസ്റ്റ് ഗ്രാജുവേറ്റ്, MSc MA, ഡയറ്റീഷ്യൻ, മെഡിക്കൽ സോഷ്യൽ വർക്കർ തുടങ്ങിയ തസ്തികകൾ. ഓരോ തസ്തികയും കൃത്യമായി അറിയാൻ വിജ്ഞാപനം സന്ദർശിക്കുക. ടയർ 1 കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ. ദൈർഘ്യം 90 മിനിറ്റ്. ആകെ ചോദ്യങ്ങൾ 100 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ. ആകെ മാർക്ക് 400. പാർട്ട് എ പൊതുവിജ്ഞാപനം, ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടറുകളെ കുറിച്ചുള്ള അറിവ് എന്നിവയെക്കുറിച്ചുള്ള 20 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ 80 മാർക്ക്. പാർട്ട് ബി ഓരോ തസ്തികയുമായി ബന്ധപ്പെട്ട 80 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ 320 മാർക്കിനുണ്ടാകും. ഓരോ ശരിയായ ഉത്തരത്തിനും നിങ്ങൾ +4 മാർക്ക് ലഭിക്കും. നെഗറ്റീവ് മാർക്ക് ഓരോ തെറ്റായ ഉത്തരത്തിനും -1 മാർക്ക് കുറയും. ടയർ 2 സ്കിൽ ടെസ്റ്റ്. ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ്, LDC, UDC, സ്റ്റെനോഗ്രാഫർ, പേഴ്സണൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയ തസ്തികകൾക്ക് സ്കിൽ ടെസ്റ്റ് നിർബന്ധമാണ്. LDC, UDC ടൈപ്പിംഗ് ടെസ്റ്റ്. കമ്പ്യൂട്ടറിൽ 1 മിനിറ്റിൽ ഹിന്ദിയിൽ 30 വാക്കുകളും ഇംഗ്ലീഷിൽ 35 വാക്കുകളും ടൈപ്പ് ചെയ്യണം. സ്റ്റെനോഗ്രാഫർ ഷോർട്ട് ഹാൻഡ് ട്രാൻസ്മിഷനും ഉൾപ്പെടുന്ന സ്കിൽ ടെസ്റ്റ്. സ്കിൽ ടെസ്റ്റുകൾ പാസ്സായാൽ മാത്രം മതിയാവും. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുടെ ഫലം അനുസരിച്ചായിരിക്കും ഫൈനൽ ലിസ്റ്റ് തയ്യാറാക്കുക. 18 മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. സംവരണ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് ഇളവുകൾ ലഭിക്കും. ഔദ്യോഗിക വിജ്ഞാപനം ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് സഹകരണ ബാങ്കുകളിൽ അസിസ്റ്റന്റ് സെക്രട്ടറി, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, കാഷ്യർ, ക്ലർക്ക് ഒഴിവുകൾ. സംസ്ഥാനത്തെ വിവിധ സഹകരണ സംഘം, സഹകരണ ബാങ്കുകളിലേക്ക് വിവിധ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിന് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ബ്രാഞ്ച് മാനേജർ, ജൂനിയർ ക്ലർക്ക്, കാഷ്യർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ടൈപ്പിസ്റ്റ് തസ്തികകളിലാണ് ഒഴിവുള്ളത്. താൽപ്പര്യമുള്ളവർ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സംഘം അല്ലെങ്കിൽ സഹകരണ ബാങ്ക് നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും നിയമനം. ഉദ്യോഗാർത്ഥികളുടെ നിയമനാധികാരികൾ ബന്ധപ്പെട്ട സഹകരണ സംഘങ്ങളോ ബാങ്കുകളോ ആയിരിക്കും. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റ് വഴി ആദ്യം ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. അതിനുശേഷം പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കണം. പ്രായപരിധി 2025 ജനുവരി 1 18 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും 40 വയസ്സ് കവിയാൻ പാടില്ലാത്തതുമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് ലഭിക്കും. മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ, വിമുക്ത ഭടന്മാർ, EWS എന്നീ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 3 വർഷത്തെ ഇളവ് അനുവദിക്കും. ഭിന്നശേഷിക്കാർക്ക്
40% അതിൽ കൂടുതൽ ഉള്ളവർക്ക് 10 വർഷത്തെ ഇളവുണ്ടായിരിക്കും. വിധവകൾക്ക് ഉയർന്ന പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് ലഭിക്കും. തസ്തിക ഒഴിവുകളുടെ എണ്ണം: അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, ബ്രാഞ്ച് മാനേജർ തസ്തികയിൽ 9 ഒഴിവുകൾ. സൂപ്പർ ഗ്രേഡ് ബാങ്കുകളിൽ ജൂനിയർ ക്ലർക്ക്, കാഷ്യർ തസ്തികകളിൽ 19 ഒഴിവുകൾ. സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് 1 ബാങ്കുകളിൽ ജൂനിയർ ക്ലർക്ക്, കാഷ്യർ തസ്തികകളിൽ 45 ഒഴിവുകൾ. ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള ബാങ്കുകളിൽ ജൂനിയർ ക്ലർക്ക്, കാഷ്യർ തസ്തികകളിൽ 18 ഒഴിവുകൾ. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികയിൽ 4 ഒഴിവുകൾ. ഡേറ്റ എൻട്രി തസ്തികയിൽ 3 ഒഴിവുകൾ. ടൈപ്പിസ്റ്റ് തസ്തികയിൽ 1 ഒഴിവ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജനുവരി 22/1/2026 ഓൺലൈനായി അപേക്ഷിക്കാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.